കൊളുക്കുമലയിൽ മഞ്ഞ് വീഴുന്നുണ്ട. അതായത് ഇതാണ് നമ്മൾ ആകാശത്ത് നിൽക്കണ പോലത്തെ ഒരു ഫീലാണ്. കൊളുക്കുമലയിലെ മെയിൻ ഐറ്റാണ് ജ്യോതി. ഇവിടെ എല്ലാവരും വരുന്നത് ഈ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ മേഘങ്ങളുടെ ഇടയിൽ കൂടെ ഈ സൂര്യനെ ഉദിച്ച് വരുന്നത് കാണാൻ തന്നെ ഒടുക്കത്തെ ഭംഗിയാണ്. ஜோதி வந்துட்டு இருக்கா. അടുത്തത് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ് ജാഗോറിൻ്റെ പോലെ ഇരിക്കുന്ന ഒരു പാറയുണ്ട്. അത് നേരെ ഇവിടെ നിന്ന് കുറച്ച് പോയിട്ട് താഴേക്ക് ഇറങ്ങണം. അവിടേക്ക് അധികം പോകണ്ട, അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല ഞാൻ ഇരിക്കില്ല, പുലി ഇവിടെയാണ്. ഇങ്ങോട്ട് വാ, പുലിയുടെ തലയിൽ കൂടെ അടയ്ക്കാം. ഓടാ, ഇന്ന് വേറെ മൂടല്ല.
ഈ സ്ഥലത്തിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എങ്ങോട്ട് നോക്കിയാലും വ്യൂ ആണ്. ഇത് ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും എല്ലായിടത്തും വ്യൂ ആണ്. ഇത് കിണ്ണ സ്ഥലട്ടാ. കണ്ടത് രണ്ട് മേഘം. ഒടുക്കത്തെ കുത്തനെയല്ലേ ഇവിടെ. ഓ ഇത് ഭയങ്കര കേട്ടോ. അപ്പുറത്തെ അത്ര സീനില്ല. ഹോയ് വന്ന വഴി നോക്കിയേ. ഇവിടുത്തെ ചെടികളും മരങ്ങളും പുല്ലൊക്കെ കാണാൻ തന്നെ ഒടുക്കത്തെ ഭംഗിയാണ്. നമ്മൾ കയറാണെങ്കിൽ ഏകദേശം ഒരു 4:30 ആകുമ്പോഴേക്കും താഴത്തുനിന്ന് ജീപ്പൊക്കെ കിട്ടും. ഏകദേശം ഒരു 2000 രൂപയാണ് ഒരു 6 ആൾക്ക് ജീപ്പിൽ പോകാനുള്ളൊരു സംഭവം എന്ന് അവർ പറയണേ. വരാണെങ്കിൽ വെളുപ്പിന് വരണം. വെളുപ്പിന് വന്നാലേ ഈ വൈബ് കിട്ടുള്ളൂ. പിന്നെ തലേദിവസം മഴ പെയ്യുകയാണെങ്കിൽ ഇന്ന് വന്ന പോലെ കോടയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കോട കുറവായിരിക്കും. ഞങ്ങളിങ്ങനെ തലേദിവസം കയറിയിരുന്നു. അന്ന് ഇതേപോലെ കോടയൊന്നുമില്ലായിരുന്നു. മൊത്തം ഒരു തെളിഞ്ഞൊരവസ്ഥയായിരുന്നു. കൊളുക്കുമലയുടെ ഓർമ്മയ്ക്കായിട്ട് അവിടെ നിന്നൊരു പുല്ലും പറിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി. അവിടെ നിന്ന് ഇതാണ് നമ്മൾ വന്ന വഴി.